ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര്, നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാന പെരുന്നാൾ സുദിനമാണെന്ന് ഇന്ന് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ അനുഗ്രഹങ്ങൾ നേരുന്നു. ദൈവം ഈ ലോകത്തിലേക്ക് ജഡമായി തീർന്ന് മനുഷ്യനായി അവതരിച്ച് നമ്മുടെ രക്ഷയ്ക്കായിട്ട് കഷ്ടാനുഭവം ഏറ്റ് മരണത്തെ അനുഭവിച്ച് അതിൽ നിന്നും പുനരുദ്ധാനം ചെയ്ത് നമുക്ക് പ്രത്യാശയായി ലോകത്തിന് സമാധാനവും സന്തോഷവും പകർന്നു നൽകി. പുനരുദ്ധാനത്തിൻ്റെ കർത്താവ് നമുക്ക് പ്രത്യാശയായി എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നിന്നും നന്മ അനുഭവിച്ചവര് സ്വർഗരാജ്യത്തിൽ കർത്താവിനോടുകൂടി വാഴുമെന്നുള്ള ആ സ്വർഗീയ സന്ദേശം നമ്മുടെ ജീവിതത്തിന് പ്രത്യാശയായി എന്നും നിലനിൽക്കുന്നു. പുനരുദ്ധാന മനുഷ്യനെ ദൈവത്തോട് ചേർക്കുന്നതായ അനുഭവമാണ്. ന്യായവിധിയുടെ അനുഭവത്തിൽ നിന്ന് നന്മയിലേക്ക് നമ്മെ നയിക്കുന്ന അനുഭവത്തിലൂടെ ഈ ലോകത്തിലെ പ്രവൃത്തികൾ നന്മയുള്ളതായി തീരുമ്പോൾ നമുക്ക് സ്വർഗം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും നാളുകൾ കഴിഞ്ഞ് കർത്താവിനോട് ചേർക്കപ്പെടുന്ന വിശുദ്ധിയുടെ അനുഭവത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ പുനരുദ്ധാനത്തിൻ്റെ സന്തോഷം നമുക്ക് സ്വർഗം പ്രാപിക്കുവാനുള്ള സുദിനമായി മാറുവാൻ ആത്മാർത്ഥതയോടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തിലൂടെ വിശുദ്ധിയിലൂടെ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് നമ്മെ ജീവിപ്പിക്കുന്നവനാണ്. നാം പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശയിൽ നിലകൊള്ളുന്നവരായി വിശ്വാസത്തോടെ സത്യവിശ്വാസത്തോടെ ആത്മശക്തിയോടുകൂടി പരിശുദ്ധാത്മാവിന്റെ ബലത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിലനിന്ന് ദൈവിക മക്കളായി രൂപാന്തരപ്പെട്ട് മനസ്സാന്തരത്തിന്റെ അനുഭവത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, പാപമോചനം പ്രാപിച്ച് സ്വർഗരാജ്യത്തിന്റെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഈ പുനരുദ്ധാന പെരുന്നാള് ഈസ്റ്റർ നമുക്ക് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പ്രതീകമായി തീരട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.